ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ രാജേഷ് കുമാർ. ഇപ്പോഴത്തെ ചെറുപ്പക്കാരിൽ പ്രത്യേകിച്ച് സ്ത്രീകളിലും പുരുഷന്മാരിലും വളരെ കോമൺ ആയിട്ട് കാണുന്ന ഒരു പ്രശ്നമാണ് നട്ടെല്ലിൻ്റെ ഏറ്റവും താഴത്തെ ഭാഗത്ത് വേദന. പലപ്പോഴും ഇത് നടുവേദനയായിട്ടായിരിക്കും അനുഭവപ്പെടുക. ഇരിക്കാൻ പറ്റത്തില്ല. ഇരുന്ന് കഴിയുമ്പോൾ അവിടെ പോയി തട്ടിയിട്ട് നമുക്ക് ഭയങ്കര വേദന അനുഭവപ്പെടും. ഇടയ്ക്കിടയ്ക്ക് ഇരിക്കുന്നതിൻ്റെ ഇടയിൽ തിരികെയും മറിയുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥ വരും. പുരുഷന്മാരെ അപേക്ഷിച്ച് സ്ത്രീകൾക്കാണ് ഈ ഒരു അസുഖം അല്പം കൂടുതലായിട്ട് കാണുന്നത്. പരിശോധിച്ച് നോക്കുന്ന സമയത്ത് നിതംബത്തിൻ്റെ രണ്ടിൻ്റെയും നടുക്കായിട്ട് നട്ടെല്ലിൻ്റെ ഏറ്റവും താഴത്തെ ഭാഗത്തായിട്ട് നമുക്ക് ഒരു തൊടുന്ന സമയത്ത് പോലും വേദന അനുഭവപ്പെടുന്ന ഒരു അവസ്ഥ വരാം. എന്തുകൊണ്ടാണ് ഇത് ഉണ്ടാകുന്നതെന്ന് വിശദീകരിക്കാം. നട്ടെല്ലിൻ്റെ ഏറ്റവും താഴെ 4 മുതൽ 5 എല്ലുകൾ ഒരുമിച്ച് ചേർത്തിട്ടാണ് ഈ ഒരു എല്ലുണ്ടായിരിക്കുന്നത്. സേക്രം എന്നാണ് പേര്. ഈ എല്ലിൻ്റെ ഏറ്റവും താഴത്തെ ഭാഗം നമ്മൾ ഇരിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടോ സ്ഥിരമായിട്ട് താഴെ തട്ടുന്നത് കൊണ്ട് ഈ ഭാഗത്ത് നമുക്കൊരു നീർക്കെട്ടുണ്ടാവും. ഇതിനാണ് നമ്മൾ കോക്സിഡൈനിയ എന്ന് വിളിക്കുന്ന ഈ ഒരു വേദന ഉണ്ടാകുന്നത്. പലപ്പോഴും മലയാളത്തിൽ നമ്മൾ മൂട് വേദന എന്നൊക്കെ പറയും. നിൽക്കുമ്പോഴും പ്രോബ്ലം ഇല്ല, നടക്കുമ്പോഴും വലിയ പ്രശ്നമില്ല. പക്ഷേ ഇരിക്കുന്ന സമയത്ത് ഭയങ്കര നടുവേദന, ഇരുന്നിട്ട് എഴുന്നേക്കുന്ന സമയത്തും പെട്ടെന്ന് ഒരു പിടുത്തം അനുഭവപ്പെടുന്ന വേദന. പലപ്പോഴും നട്ടെല്ലിൻ്റെ ഈ താഴെയുള്ള വേദന നമുക്ക് ഇരുവശത്തേക്കും റേഡിയേറ്റ് ചെയ്യുന്ന വരാം. 2 ഭാഗത്തുള്ള നിതംബത്തിലേക്ക് വേദന വന്നു എന്ന് വരാം. അരക്കെട്ടിന് മൊത്തത്തിൽ ഒരു നടുവേദന അനുഭവപ്പെട്ടു എന്ന് വരാം. കൂടാതെ കാലിലേക്ക്, പലപ്പോഴും ഏതെങ്കിലും ഒരു കാലിലേക്ക് ബട്ടക്സ് വഴി, നിതംബം വഴി താഴേക്ക് വേദന റേഡിയേറ്റ് ചെയ്യുന്നത് നമ്മൾ സയാറ്റിക് പെയിൻ ആണെന്നൊക്കെ വിചാരിക്കുന്ന ഒരു അവസ്ഥ അനുഭവപ്പെട്ടു എന്ന് വരാം. നട്ടെല്ലിൻ്റെ ഏറ്റവും താഴെ നീര്, നമുക്ക് അരക്കെട്ടിൻ്റെ പുറകുവശം നിതംബത്തിൻ്റെ ഭാഗത്ത് നീര് അനുഭവപ്പെട്ടു എന്ന് വരാം. കിടക്കയിൽ കിടന്നിട്ട് ഒന്ന് തിരിയാനുള്ള ബുദ്ധിമുട്ട്, തിരികെയും മറിയുകയും ചെയ്യുന്ന സമയത്ത് വേദന അനുഭവപ്പെട്ടു എന്ന് വരാം. നമുക്ക് തുടർച്ചയായിട്ട് ബൈക്ക് യാത്ര ചെയ്യാൻ പറ്റില്ല, ആ ഒരു ഭാഗത്ത് വേദന അനുഭവപ്പെട്ടു എന്ന് വരാം. പലപ്പോഴും ഇതിനോടൊപ്പം മലമ്പിടുത്തം ഉണ്ടെങ്കിൽ അസഹനീയമായ വേദന വരും. പലപ്പോഴും ഈ ഒരു വേദന കൂടുതൽ അനുഭവപ്പെടുന്നതുകൊണ്ട് ടോയ്ലറ്റിൽ പോകാൻ മടിക്കും. ഇപ്പം നമുക്ക് ടോയ്ലറ്റിൽ പോയി ഇരിക്കാനുള്ള മടി കൊണ്ട് പലപ്പോഴും മോഷൻ പിടിച്ചു വെച്ചിട്ട് കോൺസ്റ്റിപ്പേഷൻ, മലമ്പിടുത്തം ഉണ്ടായി എന്ന് വരാം. യൂറിൻ പോകാനായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ കണ്ടുവന്ന് വരാം. ഇങ്ങനെ പലവിധ പ്രശ്നങ്ങൾ ഈ നട്ടെല്ലിൻ്റെ താഴത്തെ ഭാഗത്തെ വേദന കൊണ്ട് അനുഭവപ്പെട്ടു എന്ന് വരാം. എന്തുകൊണ്ടാണ് ഈ വേദന അനുഭവപ്പെടുന്നത് അറിയാവോ? നമ്മുടെ നട്ടെല്ലിൻ്റെ ഏറ്റവും താഴത്തെ ഭാഗമായതുകൊണ്ട് തന്നെ ഈ ഭാഗത്തുണ്ടാകുന്ന ചെറിയ ചെറിയ തട്ടലുകൾ, മുട്ടലുകൾ എല്ലാം ചെറിയ ചെറിയ ഇഞ്ചുറി അവിടെ ഉണ്ടാക്കും. ഇത്തരത്തിലുണ്ടാകുന്ന ഇഞ്ചുറി അവിടെ ഒരു നീർക്കെട്ട് സൃഷ്ടിച്ച് തുടർച്ചയായിട്ടുണ്ടാകുന്ന ഈ നീർക്കെട്ടാണ് അവിടെ വേദനയും അസഹനീയമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും ഉണ്ടാക്കിയെന്ന് വരാം. പലതരത്തിൽ അനുഭവപ്പെടാം. ചിലർക്ക് ചെറിയ തോതിലായിരിക്കും വേദന. ചിലർക്ക് ഈ വേദന വന്നു കഴിഞ്ഞാൽ വിട്ടുമാറാതെ ഇങ്ങനെ നിങ്ങളെ അലട്ടിക്കൊണ്ടേ ഇരുന്നു എന്ന് വരാം. ഏറ്റവും കൂടുതൽ ഈ പ്രശ്നം ഉണ്ടാകുന്നത് പുരുഷന്മാരെക്കാൾ സ്ത്രീകൾക്കാണെന്ന് പറയാൻ കാരണമെന്നറിയോ? പ്രസവത്തിൻ്റെ സമയത്ത് ഈ ഭാഗത്തുള്ള മസിലുകൾ, പൊതുവേ ഈ സ്ത്രീകളുടെ ശരീരത്തിലുള്ള ഹോർമോണിൻ്റെ ആക്ടിവിറ്റി കൊണ്ട് അരക്കെട്ടിലുള്ള മസിലുകളും ഈ ഭാഗത്തുള്ള ലിഗമെൻറ്റുകളും ഒരല്പം റിലാക്സ് ആവാനുള്ള സാധ്യതയുണ്ട്. ഇങ്ങനെ റിലാക്സ് ആകുന്ന സമയത്ത് പ്രസവത്തിൻ്റെ സമയത്ത് ഈ മസിലുകൾ വല്ലാണ്ട് വലിഞ്ഞു മുറുകി, വല്ലാണ്ട് ഈ അരക്കെട്ട് വികസിക്കുന്ന സമയത്ത് വലിഞ്ഞു മുറുകുമ്പോൾ ഈ ഭാഗത്ത് ടിപ്പ് ഓഫ് കോക്സിസിൽ അവർക്ക് നീർക്കെട്ടും വേദനയും ഉണ്ടാകും. അതുകൊണ്ടാണ് സ്ത്രീകൾക്ക് ഈ ബുദ്ധിമുട്ട് ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്നതും അസഹനീയമായിട്ട് വരുന്നതും. ഇതോടൊപ്പം തന്നെ നമ്മൾ ഇപ്പോൾ ഏതെങ്കിലും ഭാഗത്ത് വീഴ്ച, ഇപ്പോൾ സ്പോർട്സിൻ്റെ ഇടയ്ക്കെല്ലാം നടുവിടിച്ച് വീഴുന്നു, സ്റ്റെപ്പ് ഇഴങ്ങുന്ന സമയത്തോ ഇല്ലെങ്കിൽ ബാത്റൂമിൽ, ടോയ്ലറ്റിലെല്ലാം തന്നെ നമുക്ക് കാൽ വഴുതി മൂടിടിച്ച് വീഴുന്നു. പലപ്പോഴും ഈ നട്ടെല്ലിൻ്റെ താഴത്തെ ഭാഗത്തായിരിക്കും ടപ്പനെ ഇടി കിട്ടുന്നത്. ഈ ഇടിയുടെ ഭാഗമായിട്ട് അവിടെ നീർക്കെട്ടും വേദനയും വന്ന് മാറാതെ നിന്നു വരും. അപ്പം ഈ വേദനയൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ പലരും മൈൻഡ് ചെയ്യത്തില്ല, കൊണ്ട് നടക്കും. ഈ വേദന ക്രമേണ ഒരു ക്രോണിക് ഇൻഫ്ലമേഷനായിട്ട് മാറുകയും വിട്ടുമാറാതെ ആ ഒരു ഭാഗത്ത് നീർക്കെട്ടും വേദനയും വന്നുകൊണ്ടിരിക്കുകയും ചെയ്യും. ഇതുകൂടാതെ അമിതവണ്ണം ഉള്ളവർക്കും ഈ അരക്കെട്ടിൻ്റെ ഭാഗത്ത് വല്ലാണ്ട് വേദനയും നീർക്കെട്ടും അനുഭവപ്പെട്ടു എന്ന് വരാം. വിട്ടുമാറാതെ ഈ വേദന വന്നു എന്ന് വരാം. ഇതുകൂടാതെ പലപ്പോഴും മറ്റെന്തെങ്കിലും കണ്ടീഷൻ്റെ ഭാഗമായിട്ട്, ഇപ്പോൾ പൈൽസ് രോഗം, മൂലക്കുരു വിട്ടുമാറാതെ നിന്ന് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു നീർക്കെട്ട് ആ അരക്കെട്ടിനെ ബാധിക്കുകയും പലപ്പോഴും ഈ ടിപ്പ് ഓഫ് കോക്സിസിൽ വേദനയും നീർക്കെട്ടും വന്നു എന്ന് വരാം. എന്നാൽ ഇപ്പോഴത്തെ ചെറുപ്പക്കാരെ ഇത് കൂടുതലായിട്ട് അലട്ടാൻ കാരണമെന്നറിയാമോ? തുടർച്ചയായിട്ട് ഇരുന്നുള്ള പണി, ഇപ്പോൾ കമ്പ്യൂട്ടറുള്ള ജോബുകളായിട്ട്, ഓഫീസ് ജോബുകളായിക്കോട്ടെ, നമ്മൾ ഏതെങ്കിലും ഒരു പ്രതലത്തിൽ മണിക്കൂറുകളോളം ഇരിക്കുന്നു. ഇപ്പോൾ നിങ്ങൾ ഇരിക്കുന്നത് കട്ടിയുള്ള എന്തെങ്കിലും ഒരു പ്രതലത്തിലാണെങ്കിൽ നിങ്ങൾക്ക് പലപ്പോഴും ഈ ഒരു ഭാഗത്ത് തുടർച്ചയായിട്ട് തട്ടിയിരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നീർക്കെട്ടും വേദനയും വന്നിട്ട് വളരെ പെട്ടെന്ന് ഈ ടിപ്പ് ഓഫ് കോക്സിസിൽ ഇൻഫ്ലമേഷൻ വരാം. ഇതോടൊപ്പം നിങ്ങൾക്ക് അമിതവണ്ണവും നിങ്ങൾക്ക് വ്യായാമക്കുറവുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് ഈ ബുദ്ധിമുട്ടുകൾ വിട്ടുമാറാതെ വന്നുകൊണ്ടേയിരുന്നു എന്ന് വരാം. കൂടാതെ നിങ്ങളിപ്പോൾ തുടർച്ചയായി ബൈക്ക് യാത്ര ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഭാഗത്ത് നട്ടെല്ലിൻ്റെ താഴത്തെ ഭാഗത്ത് തുടർച്ചയായിട്ട് ഈ ബൈക്കിൻ്റെ വൈബ്രേഷൻ കൊണ്ട് തട്ട് കിട്ടിയിട്ട് ഒരു ഇൻഫ്ലമേഷൻ തുടർച്ചയായിട്ട് വന്നു എന്ന് വരാം. ഇങ്ങനെ
പലവിധ കാരണങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് അരക്കെട്ടിന്റെ താഴെ ഈ ഒരു വേദന വന്നു എന്ന് വരാം. ഇനി നിങ്ങൾക്ക് ഇത്തരത്തിൽ ഈ അരക്കെട്ടിന്റെ താഴെ ഒരു വേദന ഉണ്ടെന്നിരിക്കട്ടെ, ഇത് മാറ്റാനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാം എന്ന് പറഞ്ഞുതരാം. ആദ്യം തന്നെ ഇത് ഈ നട്ടെല്ലിന്റെ താഴത്തെ ഭാഗത്തെ വേദനയാണോ മറ്റെന്തെങ്കിലും കണ്ടീഷൻ കൊണ്ടാണോ എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കണം. ഞാൻ പറഞ്ഞല്ലോ, പൈൽസിന്റെ ഒക്കെ ഭാഗമായിട്ടും ഈ ഭാഗത്ത് നിങ്ങൾക്ക് വേദന അനുഭവപ്പെട്ടു എന്ന് വരാം. അരക്കെട്ടിന്റെ മറ്റെന്തെങ്കിലും പ്രോബ്ലംസ് കൊണ്ട്, ഉദാഹരണത്തിന് ഇപ്പോൾ പ്രോസ്റ്റേറ്റിനെ ബാധിക്കുന്ന എന്തെങ്കിലും പ്രശ്നം, അല്ലെങ്കിൽ കുടലിനെ ബാധിക്കുന്ന എന്തെങ്കിലും രോഗാവസ്ഥ, വ്രണങ്ങൾ, അല്ലെങ്കിൽ ക്യാൻസർ, ഇതിൻ്റെ എല്ലാം വേദനയും പലപ്പോഴും ഈ ടിപ്പ് നട്ടലിൻ്റെ ഏറ്റവും താഴെ വേദനയായിട്ട് അനുഭവപ്പെട്ടു എന്ന് വരാം. ഏതാണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. നിങ്ങൾ ഇരിക്കുന്നത് കൊണ്ടാണ് ഈ ഒരു പ്രശ്നം എന്നുണ്ടെങ്കിൽ കഴിയുന്നത്ര നിങ്ങളിപ്പോൾ അധികം കട്ടിയുള്ള പ്രതലത്തിൽ തുടർച്ചയായിട്ട്, ഇപ്പോൾ വല്ലപ്പോഴും നിങ്ങൾക്ക് അല്പം ഇരിക്കുന്ന പ്രോബ്ലം ഇല്ല, തുടർച്ചയായിട്ട് കട്ടിയുള്ള ഒരു പ്രതലത്തിൽ ഇരിക്കാതിരിക്കുക. സപ്പോസ് നിങ്ങൾക്ക് ഇരിക്കേണ്ട ഒരു സാഹചര്യം, ഇപ്പോൾ നിങ്ങൾ കട്ടിയുള്ള ഒരു സ്റ്റൂളിലോ ചെയറിലോ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ മുന്നോട്ട് ഒരല്പം കുനിഞ്ഞ് ആഞ്ഞിരിക്കാനായിട്ട് നോക്കുക. നിങ്ങൾ നട്ടെല്ലിന് കൃത്യമായി കിട്ടുന്ന രീതിക്ക് ഇരിക്കാതിരിക്കുക. എപ്പോഴും മുന്നിലേക്ക് ആഞ്ഞിരിക്കുമ്പോൾ ഈ കോക്സിസിന്റെ താഴെയുള്ള ഭാഗം താഴെ തട്ടാതെ ഇരിക്കാനായിട്ട് ശ്രദ്ധിക്കും. നിങ്ങൾ അതല്ല, ഇപ്പം നിങ്ങളിപ്പോൾ ചാരിയാണ് ഇരിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മുതുകിന്റെ ഭാഗം നിങ്ങളുടെ പുറകിൽ, കസേരയുടെ പുറകിൽ ഒരു സപ്പോർട്ട് നിൽക്കുക. അങ്ങനെ ഒരു സപ്പോർട്ട് നിൽക്കുന്ന സമയത്ത് നിങ്ങളുടെ നട്ടെല്ലിന്റെ വെയിറ്റ് നിങ്ങളുടെ ഈ ടിപ്പിൽ കൃത്യമായിട്ട് വന്ന് ആ ഒരു ഇൻഫ്ലമേഷൻ ഉണ്ടാകാതെ നോക്കാനായിട്ട് ശ്രദ്ധിക്കും. ഇനി നിങ്ങൾ തുടർച്ചയായിട്ട് ഇരുന്ന് ജോലി ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു സോഫ്റ്റ് ആയിട്ടുള്ള ഒരു കുഷൻ ഇട്ടതിന് ശേഷം ഇരിക്കുക. ഇന്ന് ഓൺലൈനിലൊക്കെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ യുവിൻ്റെ ഷേപ്പിലോ ഇല്ലെങ്കിൽ വട, നമ്മുടെ ഉഴുന്നുവടയുടെ ഷേപ്പിലോ ഉള്ള സിലിക്കൺ ജെല്ലുകൾ വാങ്ങിക്കാൻ കിട്ടും. നിങ്ങൾ ഇരിക്കുന്ന കുഷനിൽ നിങ്ങൾ ഇങ്ങനെ ഒരു സിലിക്കൺ ജെല്ല് ഇട്ടതിന് ശേഷം നിങ്ങൾ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഈ കോക്സിസിന്റെ അറ്റത്ത് നിങ്ങൾക്ക് വലിയ പ്രഷർ വരാതെ ഓട്ടോമാറ്റിക്കലി ഈ ഇൻഫ്ലമേഷനും നീർക്കെട്ടും മാറാനായിട്ട് സഹായിക്കും. നിങ്ങൾക്ക് തുടർച്ചയായി വിട്ടുമാറാതെ നിൽക്കുന്നുണ്ടെങ്കിൽ വീട്ടിൽ തന്നെ ഇത്തിരി ഉപ്പിട്ട് വെള്ളം തിളപ്പിച്ച് തുണി മുക്കിപ്പിഴിഞ്ഞ് ഈ ഒരു ഭാഗത്ത് ചൂട് പിടിക്കുന്നതും ഇൻഫ്ലമേഷൻ കുറയാനായിട്ട് സഹായിക്കും. മറ്റൊരു മാർഗ്ഗമുണ്ട്, നിങ്ങളൊരു ബേസിനിൽ നിങ്ങൾ ചൂടുവെള്ളം എടുക്കുക, മറ്റൊരു ബേസിനിൽ തണുത്ത വെള്ളം എടുക്കുക. ചൂടുള്ള വെള്ളത്തിനകത്ത് നിങ്ങൾ ഒരു 15 മുതൽ 20 സെക്കൻഡ് ഇരിക്കുക, പരമാവധി 1 മിനിറ്റ് വരെ ഇരിക്കുക. അപ്പോൾ തന്നെ എഴുന്നേറ്റ് നിങ്ങൾ തണുത്ത വെള്ളത്തിൽ ഇരിക്കുക. ഇങ്ങനെ മാറി മാറി നിങ്ങൾ ഇരിക്കുന്നത് ദിവസത്തിൽ ഒരു 5-6 മിനിറ്റ് മതി. ഇങ്ങനെ മാറി മാറി ഇരിക്കുന്നത് ഈ ഭാഗത്തുണ്ടാകുന്ന ഇൻഫ്ലമേഷൻ ബുദ്ധിമുട്ട് മാറാൻ സഹായിക്കും. പ്രത്യേകിച്ച് ഒരുപാട് നേരം ഇരുന്ന് ജോലി ചെയ്യുന്ന ആൾക്കാർ, സ്ത്രീകൾക്ക്, ഈ വേദനയുള്ള സ്ത്രീകൾ, അതേപോലെ ബൈക്ക് യാത്ര ഒരുപാട് ചെയ്യുന്നവരെല്ലാം ഈ പറഞ്ഞ ഹോട്ട് ആൻഡ് കോൾഡ് ബേസിനിൽ ഇരുന്ന് ഈ ചെയ്യുന്ന വ്യായാമം ഉപകരിക്കും. ഇതുകൂടാതെ നിങ്ങളുടെ ശരീരഭാരം ഒന്ന് നിയന്ത്രിക്കുക, മലമ്പിടുത്തം വരാതെ നോക്കുക, കൂടുതലായിട്ട് മോഷൻ ലൂസായിട്ട് പോകാനുള്ള മരുന്നുകൾ ഉപയോഗിക്കാനായിട്ട് നോക്കുക. കൂടാതെ സ്ട്രെച്ചിങ് എക്സസൈസുകൾ, കൃത്യമായി വ്യായാമം ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അരക്കെട്ടിൻ്റെ മസിലുകൾക്ക് അത്യാവശ്യം വലിയാനും മുറുകാനും ഉള്ള കഴിവുണ്ടാകുകയും ഈ ഒരു ഭാഗത്ത് കൂടുതൽ ഇൻഫ്ലമേഷൻ വരാതെ ഒന്ന് നിലനിർത്താൻ അത് സഹായിക്കുകയും ചെയ്യും. ഈ ഒരു രീതിക്ക് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമുക്ക് ഈ കോക്സിഡൈനിയ എന്ന് വിളിക്കുന്ന ഈ ഒരു പെയിനെ നമുക്ക് ഒഴിവാക്കി മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. ഹോമിയോപ്പതിയിൽ ഇത്തരത്തിൽ അരക്കെട്ടിൻ്റെ താഴെ, താഴെ വരുന്ന ഈ ഒരു വേദനയ്ക്ക് വളരെ ഫലപ്രദമായ ട്രീറ്റ്മെന്റ് ഉണ്ട്. നല്ലൊരു ഡോക്ടറെ കണ്ട് അതിന്റെ ചികിത്സ എടുത്താലും ഈ വിട്ടുമാറാതെ നിൽക്കുന്ന ഇത്തരം വേദനകൾ നമുക്ക് മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ വേദന പലർക്കും ഒഴിയാബാധയായിട്ട് നിൽക്കുന്നതെന്ന് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. എല്ലാ സുഹൃത്തുക്കളുടെയും ഇൻഫർമേഷന് വേണ്ടി നിങ്ങൾ ഇതൊന്ന് ഷെയർ ചെയ്യുക. വീണ്ടും മറ്റൊരു അവസരത്തിൽ മറ്റൊരു വിഷയവുമായി കണ്ടുമുട്ടാം. ബൈ.